കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ സെന്റ് മേരീസ് മെത്രാപ്പോലിത്തൻ പള്ളി മൈതാനത്ത് നടന്ന 26ാമത് ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സമാപന സന്ദേശം നൽകി. ദൈവവുമായുള്ള ആത്മബന്ധത്തിൽ കുടുംബങ്ങൾ നവീകരിക്കപ്പെടണമെന്ന് ആർച്ച് ബിഷപ്പ് ഉത്ബോധിപ്പിച്ചു. പ്രാർത്ഥനയുടെ ശക്തിയിൽ ശാന്തതയും സമാധാനവും നേടണമെന്നും പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് പ്രത്യാശ നഷ്ടപ്പെടുന്നതെന്നും മാർ തോമസ് തറയിൽ കൂട്ടിച്ചേർത്തു. കോട്ടയം, അതിരമ്പുഴ, കുടമാളൂർ, തുരുത്തി ഫൊറോനകളിലെ വൈദികർ സഹകാർമ്മികത്വം വഹിച്ചു. സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുന്നത് വഴിയാണ് നാം ക്രൈസ്തവരാണെന്ന് ലോകം അറിയേണ്ടതെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള മേഴ്സി ട്രസ്റ്റിന്റെ നേതൃത്വം നൽകുന്ന തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. സ്കോളർഷിപ്പ് സ്വീകരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും പഠനം പൂർത്തിയാക്കി ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഇതുപോലുള്ള നന്മകൾ ചെയ്യണമെന്നും അതുവഴി ലോകത്തിന് ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കുന്നവരായി മാറണമെന്നും ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട രൂപതയിലെ 56 ഇടവകകളിൽ നിന്ന് 112 വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിന് അർഹത നേടിയത്. എല്ലാ നന്മകളും മൂല്യങ്ങളും കുടുംബത്തിൽ നിന്ന് കണ്ടുപഠിക്കുവാൻ മക്കൾക്ക് മാതാപിതാക്കൾ അവസരമുണ്ടാക്കണമെന്ന് കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ. കോട്ടയം അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ മാസിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാഘോഷം പയ്യാവൂർ സെന്റ് ആൻസ് പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ. വർത്തമാനകാലത്ത് കുടുംബങ്ങളിൽ നിന്ന് മൂല്യങ്ങൾ ചോർന്നു പോകുകയാണ്. കുടുംബങ്ങളിലെ മൂല്യങ്ങൾ ചോർന്നു പോകാതെ നിലനിർത്താൻ സ്ത്രീകൾ പരിശ്രമിക്കണമെന്നും മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പറഞ്ഞു. കുടുംബങ്ങളെ കൂട്ടിയിണക്കുന്ന സ്ത്രീകൾ സമൂഹത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കടന്നു വരണമെന്ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിനോർ ജെയ്സൺ കൂനംപ്ലാക്കൽ. തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് വനിതാ കൗൺസിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നേതൃത്വ നിരയിലേക്ക് സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന വിഷയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ട്രീസ്ലിസ് സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു. കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ KCYM, ചെറുപുഷ്പ മിഷൻ ലീഗ്, മാതൃവേദി തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെ വർദ്ധിച്ചുവരുന്ന വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിച്ചു. ദ്വാരക AUP സ്കൂളിൽ നടന്ന സമരപ്രഖ്യാപന സമ്മേളനം മാനന്തവാടി രൂപത പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ റവറൽ ഫാദർ ജോസ് കൊച്ചറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ജീവനോപാധികൾക്കും സംരക്ഷണം നൽകണമെന്നും അതിന് അനുസൃതമായ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമരത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ മാർച്ച് 15-ന് വയനാട്ടിലെ 3 താലൂക്കുകളിലും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. തുടർന്ന് ഏപ്രിൽ മാസത്തിൽ എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ഉപവാസ സമരങ്ങൾ നടത്താനും സമ്മേളനം തീരുമാനിച്ചു. 2025 KCBC പ്രോലൈഫ് ദിനാചരണവും വാർഷികവും മാർച്ച് 26-ന് അരുണാപുരം പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും. KCBC ഫാമിലി കമ്മീഷന്റെയും പ്രോലൈഫ് സമിതിയുടെയും ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷത വഹിക്കും. KCBC പ്രോലൈഫ് സമിതി ഡയറക്ടർ റവറൽ ഡോക്ടർ ക്ലീറ്റസ് വർഗീസ് കതിർപ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തും. കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളും പാലാ രൂപതയിലെ വിവിധ ഇടവകകൾ, സന്യാസ ഭവനങ്ങൾ, സംഘടനകൾ, കോളേജുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. മലകയറ്റപ്പള്ളി എന്നറിയപ്പെടുന്ന അറുന്നൂറ്റിമംഗലം സെന്റ് തോമസ് പള്ളിയിൽ വലിയ നോമ്പിന്റെ ഭാഗമായി മലമുകളിലേക്ക് കുരിശിന്റെ വഴിയും മലമുകളിൽ വിശുദ്ധ കുർബാനയും നടത്തപ്പെട്ടു. ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ വരിക്കമാക്കൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികളാണ് മലകയറ്റത്തിനും തുടർന്ന് നടന്ന ദിവ്യബലിയിലും പങ്കെടുത്തത്. കേരള ലാറ്റിൻ കാത്തലിക് വുമൻസ് അസോസിയേഷൻ കൊല്ലം രൂപതാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. കൊല്ലം രൂപത മേയർ ഹണി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. MSST മദർ സുപ്പീരിയർ സിസ്റ്റർ സുജ ജോഷ്വ, ഫാദർ ജോളി എബ്രഹാം, ജെയിൻ ആൻസിൻ ഫ്രാൻസിസ്, വത്സ ജോയ്, സുനിത തങ്കച്ചൻ, ജലജ തുടങ്ങിയവരും പങ്കെടുത്തു. കോടഞ്ചേരി മേഖല യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ നേതൃസംഗമം നടത്തി. വർദ്ധിച്ചു വരുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയും ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയുള്ള ആസൂത്രിത കടന്നുകയറ്റങ്ങളിലും സഭാ നേതൃത്വങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. സഭയ്ക്കും വിശ്വാസത്തിനും സഭാ സ്ഥാപനങ്ങൾക്കും എതിരെ വിവിധ കോണുകളിൽ നിന്ന് ആസൂത്രിതമായി ഉണ്ടാകുന്ന ഭീഷണികളെ ഒരുമിച്ച് നിന്ന് ശക്തമായി നേരിടണമെന്ന് സഭാ നേതൃത്വം ആഹ്വാനം നൽകി. യാക്കോബായ സഭ കോഴിക്കോട് ഭദ്രാസനാധിപൻ പൗലോസ് മാർ ഐറേനിയോസ് സംഗമം ഉദ്ഘാടനം ചെയ്തു.
ചെറുപുഷ്പ മിഷലിക് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ മലബാർ റീജിയണൽ സംഗമം നവപ്രഭ 2025 താമരശ്ശേരി രൂപതാ മെത്രാൻ മാർ റിമി ജോസ് ഇഞ്ചനാനിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ഷിജു ഐക്കരക്കാനായിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച സംഗമത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത്ത് മുതുപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിന് ആരംഭം കുറിച്ചു. മാർച്ച് 10 ജപമാലയ്ക്കും യൗസേ പിതാവിനോടുള്ള നൊവേനയ്ക്കും ശേഷം ഇടവക വികാരി മോൺസിനോർ വിൽഫ്രഡ് എമിലിയാസ് പതാക പ്രദക്ഷിണത്തോടെ തിരുനാൾ പതാക ഉയർത്തി. തുടർന്ന് നടന്ന ദിവ്യബലിയിൽ തിരുവനന്തപുരം അതിരൂപത സഹായ മെത്രാൻ മോസ് റെവറൽ ഡോക്ടർ ക്രിസ്തുദാസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി മോൺസിനോർ വിൽഫ്രഡ് എമിലിയാസ്, സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ സെബാസ്റ്റ്യൻ, ഫാദർ സജിത് സോളമൻ, ഫാദർ ബിജോയ് കേസി എന്നിവർ സഹകാർമ്മികരായി. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.